ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മളതിൻ്റെ കാർബറേറ്റർ യൂണിറ്റൊക്കെ അഴിച്ചു നോക്കുന്ന സമയത്ത് വണ്ടി ഉപയോഗിക്കാതിരുന്നിട്ട് പെട്രോളൊക്കെ മെൽറ്റായിട്ട് വന്ന കംപ്ലൈൻ്റാണ് മെയിനായിട്ട് സംഭവിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ കാർബറേറ്റർ അഴിച്ച് ക്ലീനിങ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്തു. പക്ഷേ എന്ന് വെച്ചാൽ ഇത് ഈ അലുമിനിയം ബോഡി ആയതുകൊണ്ട് തന്നെയല്ല ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോൾ വരാം. ആ പെട്രോൾ കിടക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ അലുമിനിയം ബോഡിയായിട്ട് റിയാക്ഷൻ വരും. അത് ഉപയോഗിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ ഔട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയിൽ അങ്ങനെ പ്രോബ്ലം വരാറില്ല. ഇതിനകത്ത് അങ്ങനെ സംഭവിച്ചിട്ട് എന്താ പറ്റുകയാണെന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോ നിൽക്കില്ല. കാരണം ആ ഫ്ലോട്ട് വന്ന് അടയണ ഭാഗം എപ്പോഴും ഓവർഫ്ലോൻ്റെ ഒരു പ്രസൻസ് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാതെ കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് കാർബറേറ്റർ യൂണിറ്റ് മാറ്റി കളയാന്നുള്ളതാണ്. കാർബറേറ്റർ യൂണിറ്റ് മാറ്റി കഴിഞ്ഞാൽ പ്രോബ്ലം അവിടെ തീർന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓവർഫ്ലോ നീഡിൽ വന്ന ഭാഗം നമുക്ക് സീറ്റ് ചെയ്ത് കിട്ടും. പക്ഷേ അതെന്ന് പറഞ്ഞാൽ 100% നമുക്കത് പിന്നീട് ഒരിക്കലും വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ബൈ ചാൻസ് അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടെന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുത്തു നോക്കാം. കാരണം കാർബറേറ്റർ യൂണിറ്റിന് നമുക്ക് വന്നത് 5000 രൂപയിൽ മുകളിലാണ് ഈ ഒറ്റ യൂണിറ്റിന് വരാം. 5000-5200 അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിന് ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അഴിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡ് ഓൾറെഡി പോയിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങും ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. അതാണ് ആ സൗണ്ടിൻ്റെ ഒരു റീസൺ കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മളിത് അഴിക്കണ കൂട്ടത്തിൽ നമുക്കത് ഇതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ്റെ ഉള്ളിൽ വന്നൊരു ക്യാം ചെയിൻ്റെ അതൊക്കെ കൈയോടെ നമുക്കൊന്ന് മാറ്റിയിടണമാണ് നല്ലത്. കാരണം അതല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നീട്, കാരണം ഏകദേശം അത്യാവശ്യം ഒരുവിധം പഴക്കമായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നീട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇതാവുമെന്ന് വെച്ചാൽ കൂട്ടത്തിക്കിട്ടാണ്ട് കഴിഞ്ഞ് നോക്കോളും. പിന്നെ നമുക്ക് ഓയിൽ ലെവൽ കുറഞ്ഞ പോകുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അഴിച്ച് അതിൻ്റെ സിലിണ്ടർ പോർഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ ആ റൗണ്ട് മാർക്കിങ് ചെയ്തേക്കണതിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് കുറേ സ്ക്രാച്ചസ് പോലെ വന്നിട്ട് അത്രയും ഭാഗത്തായിട്ട് കോട്ടിങ് പോയേക്കാണ്. കോട്ടിങ് മീൻസ് ഒരു ചെറിയ സ്ക്രാച്ച് പോലെ അതിനകത്ത് നിൽക്കുകയാണ്. ഇതിവിടെ 3-4 സ്ഥലങ്ങളിലുണ്ട് കണ്ട ഒരു ബ്ലാക്ക് ഡോട്ട് പോലെ. കാരണം ആ ഭാഗങ്ങളിൽ പിസ്റ്റണിൻ്റെ മുകളിൽ നമ്മൾ പിസ്റ്റൺ വൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിങ്സുകൾ അതിൻ്റെ ഉള്ളിൽ ഒരു കാരണവശാലും കവറാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ വഴിക്ക് ഓൾറെഡി ഹെഡിൻ്റെ ആ ഫയറിങ് നടക്കുന്ന ഭാഗത്തേക്ക് ഓയിൽ കയറി വരികയും അങ്ങനെ മൈന്യൂട്ടായിട്ടത് കത്തിപ്പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നിലവിൽ ആ ഓയിൽ ലെവലിൽ വേരിയേഷൻ വരാം. ചെറുതായിട്ട് പുകയുണ്ടാവും, നമുക്ക് ശ്രദ്ധിക്കാണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് അതിനകത്ത്. അതിനും നമുക്ക് ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടർ കിറ്റേപ്പാടി മേടിച്ചിട്ട് ഇത് ഫുൾ സെറ്റായിട്ട് സിലിണ്ടർ പിസ്റ്റൺ സെറ്റായിട്ട് വരും. അത് മേടിച്ച് മാറ്റുന്നതാണ് അഭികാമ്യം. കാരണം എന്ന് വെച്ചാൽ സിലിണ്ടർ പിസ്റ്റൺ മാറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് പ്രത്യേകിച്ച് നമുക്ക് അതിൻ്റെ കംപ്ലൈൻ്റായിട്ട് വരില്ല. അപ്പോൾ അത് ക്ലിയറായിട്ട് പൊക്കോളും. കൂട്ടത്തിക്കടെ നമ്മൾ വാൽവ് അതിൻ്റെ ഗൈഡൊക്കെ മാറ്റിയിടും, ആ ഭാഗവും കറക്റ്റായി. പിന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ ഒരു ബെയറിങ്ങാണ് പിന്നെ ഒരു പ്രശ്നം വരാം. അപ്പോൾ അതൊന്ന് കറക്റ്റാക്കി വിടാം. കൂട്ടത്തിക്കടെ ചെയിൻ്റെ ഭാഗം ചെയ്യാം. അപ്പോൾ പിന്നെ എഞ്ചിന് പ്രത്യേകിച്ച് വേറെ വരാനായിട്ടൊന്നുമില്ല. ഇതിനേക്കാളൊക്കെ ഉപരി വണ്ടി കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്ന് വെച്ചാൽ വണ്ടി ഉപയോഗിക്കുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം ഉണ്ടെങ്കിലാണ് മെയിൻ്റനൻസ് കുറഞ്ഞിരിക്കുള്ളൂ. നമ്മൾ ഇതേപോലെ വണ്ടി ഉപയോഗിക്കാതിരിക്കുമ്പോൾ വീണ്ടും കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വണ്ടി ഉപയോഗിക്കുന്ന സമയത്തായാലും പീരിയോഡിക് സർവീസ് കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഓയിൽ ലീക്കേജോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. കാർബറേറ്റർ ട്യൂണിങ്ങിലൊക്കെ എന്തെങ്കിലും വേരിയേഷൻസ് വരുത്തേണ്ടതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വരുത്തി അത് കറക്റ്റായിട്ട് പീരിയോഡിക് സർവീസിൽ നമ്മൾ ചെയ്തു പോകണമാണ്. അപ്പോൾ അത് കംപ്ലയിൻറ്റ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർവീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രോബ്ലംസ് ഇത്രയാണ്. നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് ഒന്ന് സിലിണ്ടർ നമുക്കിപ്പോൾ ആ ഓയിൽ ലെവൽ കുറഞ്ഞു പോണ കാരണം കൊണ്ടാണ് സിലിണ്ടർ നമുക്ക് മാറ്റേണ്ടി വരുന്നത് കേട്ടോ. ഇനി അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സിലിണ്ടർ നമുക്ക് ബോർ ചെയ്തൊക്കെ യൂസ് ചെയ്യാം. നമ്മളപ്പോൾ അത് കറക്റ്റായിട്ട് പറയാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബോർ ചെയ്താലും കംപ്ലയിൻസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും കൂടി ഇത് പറയാം കേട്ടോ. പുതിയതാണ് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ വഴിക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ട് നോക്കിക്കിട്ട ആവശ്യമില്ല. കാരണം പിന്നീട് ഒരു കംപ്ലയിൻസ് വരില്ല എന്നുള്ളത് നമുക്കൊരു ധൈര്യമായിട്ട് നമുക്ക് പറഞ്ഞുവിടാൻ പറ്റും. സിലിണ്ടർ കിറ്റ് മാത്രം വരുമ്പോൾ 4000 സംതിങ് ആണ് അതിൻ്റെ റേറ്റ് വരാം. 4180 ഈ കിറ്റിന് മാത്രം. പിന്നെ ഈ ലെയ്ത്ത് വർക്കിൽ ഈ വാൽവ് മാറ്റുന്നതിൻ്റെയും അതിൻ്റെ ഗൈഡ് മാറുന്നതിൻ്റെയൊക്കെ ചാർജ് അഡീഷണൽ വരാം. പിന്നെ ക്യാം ഷാഫ്റ്റ് നമുക്ക് ഫുള്ളായിട്ട് മാറണമെന്നില്ല, നമുക്ക് അതിൻ്റെ ബെയറിങ് മാത്രമൊക്കെ മാറ്റി ചേഞ്ച് ചെയ്ത് കിട്ടും. പിന്നെ ഈ കാർബറേറ്റർ പറഞ്ഞല്ലോ, കാർബറേറ്റർ മാറ്റുന്നതാണ് ഏറ്റവും സേഫ്. ഇനി അതല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ള ഇതിനകത്താണ് നമ്മൾ അതിൻ്റെ നീഡിൽ സീറ്റിങ് ചെയ്തെടുക്കാമെന്നല്ലേ. പക്ഷെ അത് അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. കംപ്ലയിൻറ്റ് വരായിക്കൊന്നും ഉണ്ടാവില്ല, ഒരു പക്ഷേ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്.
അപ്പോൾ ഞാനിപ്പോൾ നിലവിലിപ്പോൾ നമുക്കിപ്പോൾ ചെയ്യേണ്ട വർക്കിൽ ഒരു എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ടൊന്ന് പറയാം. അതായത് കറക്റ്റ് പാർട്സുകൾ മാറ്റി ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരും എന്നുള്ള ദിവസം നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ വാട്സപ്പിലേക്ക് ഇടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചേസിൻ്റെ അത് ഈ സീറ്റൊക്കെ കഴിക്കുമ്പോൾ ചേസിൻ്റെ ഈ ഭാഗത്തൊക്കെ തുരുമ്പിട്ടിട്ട് വിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തേക്ക് ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷം ഇവിടെയൊക്കെ അത്യാവശ്യം തുരുമ്പുണ്ട് തന്നെ. ആ തുരുമ്പുള്ള ഭാഗമൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം വെച്ചാൽ അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മളൊരു ഉള്ളിലായതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യക്ഷത്തിലൊക്കെ കാണില്ല. ഇതേപോലെ കഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ചേസിൻ്റെ അവസ്ഥയൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കവറിങ്ങൊക്കെ ഒന്ന് അഴിച്ച് വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷം ഒന്ന് വെൽഡിങ്ങൊക്കെ നടത്തിയൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകണമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഞങ്ങളുടെ കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരുന്നത് എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. ഓക്കെ.